ഇതിന്റെ 22ാം ദിവസം നിയമസഭാ മാർച്ചുമായി ആശാ വർക്കർമാർ. നിയമസഭയ്ക്ക് മുന്നിലുള്ള റോഡ് പൂർണ്ണമായും തടഞ്ഞുകൊണ്ടായിരുന്നു ആശാ വർക്കർമാർ കുത്തിയിരുന്ന് സമരം നടത്തുന്നത്. ആശാ വർക്കർമാർ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആളുകളെ ഇറക്കുന്നുവെന്ന ആരോപണത്തിന് പിന്നാലെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചാണ് ആശാ വർക്കർമാർ സമരത്തിനെത്തിച്ചേർന്നത്. സമരത്തിന് കനത്ത പോലീസ് സന്നാഹമൊരുക്കി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ K മഞ്ജുഷയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. അപ്പീൽ തള്ളുന്നുവെന്ന ഒറ്റവരി ഉത്തരമാണ് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. കേരള പോലീസിൽ നിന്നും നീതി ലഭിക്കുമെന്ന വിശ്വാസമില്ലെന്നും CBI അന്വേഷണം തന്നെ വേണമെന്നും മഞ്ജുഷ ആവർത്തിച്ചു. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ മൊഴിമാറ്റി സാക്ഷികൾ. തകഴി സ്വദേശികളായ 2 സാക്ഷികളാണ് മൊഴിമാറ്റിയത്. MLAയുടെ മകൻ കനിവ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടില്ലെന്നാണ് ഇവർ നൽകിയ പുതിയ മൊഴി. താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കുറ്റാരോപിതരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. KSUവും MSFുമാണ് സമരരംഗത്തുള്ളത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫ്ഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. അഫ്ഫാന്റെ അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫ്ഫാനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമയിലെ അക്രമവാസന പരിശോധിക്കണം. അത് പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. സിനിമയിൽ എടമോനെ എന്ന് വിളിച്ച് റൌഡി ഗ്യാങ്ങിനൊപ്പം വിദ്യാർത്ഥികൾ പോയതുപോലെ ചില കുട്ടികൾ പോയതായി പോലീസ് റിപ്പോർട്ട് കിട്ടിയിരുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി മാർച്ച് 31-നകം പൂർത്തിയാക്കുക അസാധ്യമെന്ന് ഹൈക്കോടതി. പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ മറുപടി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മാർച്ച് 17-നകം വ്യക്തത വരുത്താനാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേരളത്തിൽ ആവശ്യാനുസരണം ലഹരി ലഭിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ. കഞ്ചാവിന്റെ ഉപയോഗം കുറയുമ്പോൾ സിന്തറ്റിക് ഉപയോഗം കൂടുന്നുവെന്നും ലഹരി വിതരണം തടയാൻ 2 IG-മാർക്ക് സ്വതന്ത്ര ചുമതല നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നവജാത ശിശുക്കളെ തട്ടിയെടുത്ത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വിൽക്കുന്ന സംഘം ആന്ധ്രാപ്രദേശിൽ അറസ്റ്റിൽ. ലക്ഷങ്ങൾ വാങ്ങിയാണ് നവജാത ശിശുക്കളെ പ്രതികൾ ആവശ്യക്കാർക്ക് കൈമാറുന്നത്. തട്ടിപ്പ് സംഘത്തെ നയിച്ച ബഗാലം സരോജിനി ഉൾപ്പെടെ 5 സ്ത്രീകളാണ് ആന്ധ്ര പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 3 കുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തി. തമിഴ്നാട്ടിലെ നവദമ്പതികൾ എത്രയും വേഗം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അഭ്യർത്ഥന. ജനസംഖ്യാനുപാതമായി മണ്ഡലം പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു സ്റ്റാലിന്റെ അഭ്യർത്ഥന. ഹരിയാന യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ഹിമാനി നർവാളിനെ കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്തായ സച്ചിനെന്ന് ഹരിയാന പോലീസ്. കൊലപാതകത്തിനായി മൊബൈൽ ചാർജർ ഉപയോഗിച്ചതായും പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു.